നമസ്കാരം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു രുദ്രാക്ഷമാലയാണ്. ഈ മാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിന് 11 മുഖങ്ങളാണുള്ളത്. ഇനി 2 രുദ്രാക്ഷങ്ങൾ കാണിക്കാം. ഇതാ എൻ്റെ ഗുരുനാഥൻ എനിക്ക് സമ്മാനിച്ച 2 രുദ്രാക്ഷങ്ങളാണ്. ഇതിന് 12 മുഖങ്ങളുള്ളവയാണ്. 12 മുഖ രുദ്രാക്ഷമാണിത്. ഇനിയും രുദ്രാക്ഷങ്ങളുണ്ട്. ഇതാ 2 മുഖത്തിൻ്റെ രുദ്രാക്ഷങ്ങളുടെ ഒരു കൂട്ടമാണിത്. ഇത് ചന്ദ്രമുഖി, ഒറ്റ മുഖമാണ് എങ്കിൽ ഇതിനെ ചന്ദ്രമുഖി എന്നാണ് പറയുന്നത്. ഇത് 5 മുഖമുള്ള രുദ്രാക്ഷമാണ്. ഇത് 4 മുഖമുള്ള രുദ്രാക്ഷമാണ്. ഇത് ത്രിമുഖി, 3 മുഖമുള്ള രുദ്രാക്ഷമാണ്. ഇങ്ങനെ രുദ്രാക്ഷങ്ങൾ ധാരാളം നമുക്ക് ലഭിക്കും. എന്താണ് രുദ്രാക്ഷം? രുദ്രാക്ഷം എന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ കണ്ണുകളിൽ നിന്നും ഉതിർന്നു വീണ അശ്രുബിന്ദുക്കളാണ് എന്നാണ് പുരാണത്തിൽ പറയുന്നത്. ത്രിപുരാസുരൻ ഇന്ദ്രാദികളെയൊക്കെ തോൽപ്പിച്ചോടിച്ചപ്പോൾ ഭഗവാൻ ധ്യാനത്തിൽ മുഴുകുകയും ഭഗവാൻ പരമേശ്വരൻ ധ്യാനത്തിൽ മുഴുകുകയും ധ്യാനത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ണുകളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ താഴേക്ക് വീഴുകയും അവ രുദ്രാക്ഷങ്ങളായി പരിണമിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പുരാണത്തിൽ ദേവീഭാഗവത്തിൽ എന്ന് പറയുന്നുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവരുടെ കണ്ണുകളിൽ നിന്നും യഥാക്രമം ചുവപ്പ്, വെളുപ്പ്, കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. എന്തായാലും രുദ്രാക്ഷം ഒരു അതിഗംഭീര സാധനം തന്നെയാണ്. ഇതിന് ഔഷധ ഗുണമുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള നമ്മുടെ മേഖലയിൽ ഈ രുദ്രാക്ഷം പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ജപത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 1 മുതൽ 21 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അതിൽ ഇതിൻ്റെ മുഖം എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കിയാൽ, നമ്മൾ രുദ്രാക്ഷം എടുത്തിട്ട് അതിൻ്റെ പ്രതലത്തിൽ ഇതാ നമുക്ക് കുറേ വെട്ടുകൾ കാണുവാൻ സാധിക്കും. കണ്ടില്ലേ? ഈ 2 വെട്ടുകളുടെ ഇടയ്ക്കുള്ള ഭാഗത്തെയാണ് ഒരു മുഖം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇതാ ഈ 5 മുഖിയിൽ 2 വെട്ടിന് ഇടയ്ക്കുള്ള ഈ ഭാഗമാണ് ഒരു മുഖം. അങ്ങനെ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 5 മുഖമുണ്ട്. പഞ്ചമുഖി രുദ്രാക്ഷമാണ്. ഓരോ രുദ്രാക്ഷവും, ഓരോ മുഖത്തിലുള്ള രുദ്രാക്ഷവും പല കാര്യങ്ങൾക്കായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ധരിക്കുന്നത്. ഉദാഹരണത്തിന് 5 മുഖ രുദ്രാക്ഷം നമ്മൾ വലം കൈയിൽ 10 മിനിറ്റ് ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്നാൽ നമ്മുടെ മാനസിക സമ്മർദ്ദത്തിന് കുറവ് വരുമെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതൊക്കെ പഠിക്കുന്നതൊക്കെ കേരളീയരോ ഇന്ത്യക്കാരോ അല്ല, അമേരിക്കക്കാരും ജപ്പാൻകാരും ജർമ്മനി നിവാസികളൊക്കെയാണെന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ സംഗതി. എന്തായാലും 1 മുതൽ 21 വരെയുള്ള രുദ്രാക്ഷങ്ങൾക്ക് ഓരോന്നിനും വെവ്വേറെ ഗുണങ്ങളുണ്ട്, ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്. ശരീരത്തിലെ ആത്മ ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും അതിനെ സന്തുലനാവസ്ഥയിൽ എത്തിക്കുവാനും ഈ രുദ്രാക്ഷത്തിന് വലിയ കഴിവുണ്ട്. കഷായങ്ങളിലൊക്കെ പൊടിയായി ഉപയോഗിക്കുന്നുണ്ട്. ഈ കഷായങ്ങളിൽ പൊടിയായി ചേർത്ത് കഷായങ്ങൾ ഉണ്ടാക്കാൻ രുദ്രാക്ഷം ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് രുദ്രാക്ഷത്തെ പൂജയ്ക്കായിട്ട്, രുദ്രാക്ഷത്തിൽ ദേവതയെ ആവാഹിച്ച് പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട്. പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷം ഉപയോഗിക്കാറുണ്ട്. വസൂരി വരുന്ന സമയത്ത് രുദ്രാക്ഷമണികളും കുരുമുളകും ചേർത്ത് ഒരു മരുന്നുണ്ടാക്കി കഴിക്കാറുണ്ട്. ആസ്മയിൽ രുദ്രാക്ഷ പഴങ്ങൾ പൊടിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു മരുന്നുണ്ടാക്കാറുണ്ട്. പനിയും സൂര്യാഘാതവും ഒക്കെ വരുമ്പോൾ അതിന് ചികിത്സയ്ക്കായിട്ട് രുദ്രാക്ഷത്തിൻ്റെ പുറന്തൊലിയും ഇലയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. തേനുമായിട്ട് രുദ്രാക്ഷ കഷായം കഴിക്കുന്നത് രക്തശുദ്ധീകരണത്തിന് നല്ലതാണ്. അങ്ങനെ പലതരത്തിലുള്ള മാനസിക വെല്ലുള്ളവർക്ക്, അങ്ങനെയൊക്കെ ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നതിന്, വന്ധ്യതയ്ക്ക്, അങ്ങനെയൊക്കെ ധാരാളം രുദ്രാക്ഷങ്ങൾ ചേർത്തുള്ള മരുന്നുകളുണ്ട്. ഏതായാലും രുദ്രാക്ഷം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലെ തുല്യതയില്ലാത്ത ഒരു വസ്തുവാണ്. ആത്മീയമായിട്ട്, ഔഷധപരമായിട്ട്, ചികിത്സാപരമായിട്ട് എല്ലാ രീതിയിലും ഈ രുദ്രാക്ഷം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ പുരാണങ്ങളിലും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. രുദ്രാക്ഷത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. പിന്നീട് ഓരോ മുഖത്തെക്കുറിച്ചും നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ. ഭഗവതി.